ചാടിക്കൊണ്ടിരിക്കുന്ന ഈ കണ്ണുകൾ രാത്രികാലം നമ്മെ ദർശിച്ചു കൊണ്ടിരിക്കുക. നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രി കാലത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുവാന് അവിടെ നിന്നൊരിക്കൽ സൗഹാസ്യനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കർത്താവേ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കാന് അവിടുത്തെ ജനത്തെ ശക്തീകരിച്ചതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി കാലവും കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി തീരുവാന്, അനുഗ്രഹമായി തീരുവാന് സ്വർഗ്ഗം ഇടയാക്കണമേ കർത്താവേ. ഹല്ലേലൂയ. കടന്നു വരുവാൻ ആഗ്രഹിച്ചു വഴിയാതല്ലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എത്രയും വേഗം അവിടുന്ന് കൂട്ടി വരുത്തുമാറാകണമേ. ആര് സ്വഭാവങ്ങൾ ഉപേക്ഷയായി വിചാരിപ്പാന് അവിടുന്ന് അനുവദിക്കൽ. ഉത്സാഹത്തെ മടുപ്പില്ലാത്തവരായി ആത്മാവിലെരിവുള്ളവരായി തിരുസന്നിധാനത്തിലേക്ക് ഓടി വരുവാന് നിരജനത്തെ അവിടുന്ന് ശക്തീകരിക്കുമാറാകണമേ. അവിടുത്തെ സന്നിധാനത്തിലെ സന്തോഷ പരിപൂർണത, അവിടുത്തെ വലത്തുഭാഗത്തെ പ്രബോധങ്ങളെ രാത്രികാലം അനുഭവിച്ച് ആമേ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാന് സ്വർഗമേ അവിടുത്തെ ഇടയാക്കണമേ. വിടുതലിന്റെ രാത്രികാലമായി ഈ രാത്രികാലം മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി അക്ഷരീയമായി വെളിപ്പെടുന്ന രാത്രികാലമായി ഈ രാത്രികാലത്തെ അവിടുന്ന് മാറ്റിയാട്ട് കർത്താവേ. നരിയാണികളുമല്ല, മുട്ടോളമല്ല, അറിയോളമല്ല, നീന്തിയിട്ട് കിടപ്പാൻ വയ്യാത്തവരെ ആത്മാപഭാഗത്തിന് ഈ രാത്രികാലം നീന്തി തുടുപ്പാന്, ദർശനങ്ങളെ കാണുവാൻ, വെളിപ്പാടുകളെ കാണുവാൻ, ഹല്ലേലൂയ, പ്രവചനപരത്താതറിയപ്പെടുവാനൊക്കെ വേണം. അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷക്തരായി നിന്റെ ദിനം എഴുന്നേൽക്കുവാനൊക്കെ വേണം. കർത്താവേ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കോഴി വരവുകളൊക്കെയോ കർത്താവിന് പ്രസാദകരമാകുന്ന യാഗങ്ങളായി മാറുവാനൊക്കെ വേണം. ഞങ്ങളുടെ സ്തുതി സ്തോത്ര യാഗങ്ങളൊക്കെയോ കർത്താവിന് പ്രസാദകരമാകുന്ന സൗരഭ്യവാസനയാകുന്ന യാഗമായി മണക്കുവാന് സ്വർഗമിടയാക്കണമേ. പാടുവാനും ആരാധിപ്പാനും ജനത്തെ ശക്തീകരിക്കുമാറാകണമേ. സൃഷ്ടിക്കായിളവനെ നീ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. വലിയപ്പെടുന്ന രാത്രികാലമായി കർത്താവ് രാത്രികാലത്തെ മാറ്റുന്നതിനായി സ്തോത്രം. അവിടുത്തെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്ന തിരുമേശ് ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. ഈ രാത്രികാലം പ്രാഗൽഭ്യത്തോടെ കരങ്ങളെ നീട്ടുവാൻ, പ്രാഗൽഭ്യത്തോടെ സൂക്ഷിപ്പാൻ ആമേൻ ഞങ്ങളെ ശക്തീകരിക്കണം. ഭക്ഷിച്ചാരാശ ബലപ്പെട്ട് പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടി കടന്നു പോകുന്ന അവസ്ഥയെ ഈ രാത്രികാലം അടങ്ങി പോകുവാൻ എല്ലാ നിന്റെ മക്കളെ ഒരുപോലെ ശക്തീകരിക്കണം. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധത്തിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധത്തിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. ചെങ്കടൽ പിളർന്നു വഴി തുറക്കും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തുറക്കും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. യെരിഹോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ. യെരിഹോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ആമേൻ. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ
കാലുകൾ ഇടറുകില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തകർക്കുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തകർക്കുകയില്ല. ആഭിചാരം യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആഭിചാരം യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ആമേൻ. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. മലകളെ ഇടിച്ചു നിരത്തും അവൻ, കുന്നുകളെ തവിടു പൊടിയാക്കിടും. മലകളെ ഇടിച്ചു നിരത്തും അവൻ, കുന്നുകളെ തവിടു പൊടിയാക്കിടും. സൈന്യത്തിന്റെ നായകൻ നിൻ കൂടെയുള്ളപ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തൊടുകയില്ല. സൈന്യത്തിന്റെ നായകൻ നിൻ കൂടെയുള്ളപ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തൊടുകയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ആമേൻ. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. അവൻ ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ആമേൻ. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. ചെങ്കടൽ പിളർന്നു വഴി തുറക്കൂ, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ആമേൻ. ചെങ്കടൽ യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ എരിഹോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ആമേൻ. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തകർക്കുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തകർക്കുകയില്ല. ആഭിചാരം യാക്കോബിന് പാലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആഭിചാരം യാക്കോബിന് പാലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ആമേൻ. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. മലകളെ ഇടിച്ചു നിരത്തും അവൻ, കുന്നുകളെ തവിടു പൊടിയാക്കിയും. ഓ മലകളെ ഇടിച്ചു നിരത്തും അവൻ, കുന്നുകളെ തവിടു പൊടിയാക്കിടും. സൈന്യത്തിന്റെ നായകൻ കൂടെയുള്ളപ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തൊടുകയില്ല. സൈന്യത്തിന്റെ നായകൻ കൂടെയുള്ളപ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തൊടുകയില്ല. നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. തെരി ധാരാ ധാരാ ബാബാ, തെരി ധാരാ ധാരാ ബാബാ,
രക്തം ജയം രക്തം ജയം തെരി ഹവാവാരുതേ താരാ താരാവാ തെരി താരാവാവാ तेरी दारे तेरी बाबा तेरी तेरी था तेरा बाबा तेरी तेरी ने तेरा धारा बाबा तेरी धारा बाबा तेरी बाबा तेरी तेरी थे तेरा बाबा तेरी धारा था तेरी तेरी था तेरी बाबा तेरी तेरी थे तेरा बाबा तेरी धारा बाबा तेरी तेरी धारा था Baba, Teri Tarata, Teri Tarata, Teri Taraba, Baba, Teri Taraba, Teri Teri Terida, Teri Baraba, Teri Barada, Teri Pa, Baba, Teri Da, Teri Tataya, 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 Tara Taraba, Baba, Teri Tara Taraba, Baba, Teri Bara Taraba, Teri Tara Taraba, Baba. Tara Tara Baba, Teri Tara Baba, Teri Tara Baba, Teri Teri Baba, Tara Tara Baba, Teri Teri Tara, Teri Baba, Teri 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 Baba, Ora Tara Teri Tara Teri Tara Tara Baba, Tara Baba, Teri Tara Tara Baba, Teri Tara Tara Baba, Teri Teri Tara Tara Baba. Teri Tara Baba, Teri Tara Baba, Teri Tara Baba, Teri Tara Baba. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവരി മലമേൽ നോക്കൂ നീ, കാൽവരി മലമേൽ നോക്കൂ നീ, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു, തള്ളയാ യേശുവിൻ കയ്യിലേൽപ്പിക്കാനീ, തള്ളയാ യേശുവിൻ കയ്യിലേൽപ്പിക്കാനീ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി,
പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവരി മലമേൽ നോക്കൂ നീ, കാൽവരി മലമേൽ നോക്കൂ നീ. കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. കരുണവാനും വിശ്വസ്തനുമായ ദൈവമേ, സ്വർഗ്ഗസ്വപിതാവേ, ഈ നല്ല രാത്രികാലത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ സഭായോഗത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് വീണ്ടും ഒന്നൊരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവ് ഇടയാക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തികഞ്ഞ ദൈവിക സാന്നിധ്യത്തിൽ ദൈവത്തെ പാട്ടുപാടി ആരാധിപ്പാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഞങ്ങളുടെ മുന്നിലുള്ള തിരുവത്താഴ് ശുശ്രൂഷയെ ദൈവരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുവാൻ നിന്റെ ദാസനെ കർത്താവ് ശക്തീകരിക്കണം, ബലപ്പെടുത്തണമേ. ആമേൻ. ഈ ആരാധനയുടെ വിടുതല് ആമേൻ അത് ഞങ്ങൾ ഏറ്റെടുക്കുവാൻ, ഹല്ലേലൂയ, അതിൻ്റെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച് ഇവിടുന്ന് കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രകാഴ്ചയ്ക്കായി നീട്ടിയ എല്ലാ കരങ്ങളെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ധാരാളം പ്രതിഫലം കൊടുത്ത് കർത്താവ് മാനിക്കണമേ. ആമേൻ. ഇരട്ടി പ്രതിഫലം കൊടുത്ത് കർത്താവ് എല്ലാ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്ന സകല കുടുംബത്തെയും ആമേൻ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ കഴിയാതെ ഭവനത്തിലായിരിക്കുന്നവരുണ്ട്, അവരെയും ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. ഈ ആരാധനയുടെ വിടുതല് എല്ലാവരിലേക്കും വ്യാപരിക്കട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ആമേൻ. ഇവിടെ ഒരു ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും പ്രതീതി ഞങ്ങളുടെ ആരാധനയിൽ വെളിപ്പെടട്ടെ. എല്ലാവരും സന്തോഷത്തോടെ ആമേൻ ഈ ആരാധന കഴിഞ്ഞ് ഭവനത്തിൽ കടന്നു പോകത്തക്കവണ്ണം ഒരു ദൈവപ്രസാദം ഞങ്ങളുടെ മേൽ ഉദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എല്ലാ ശുശ്രൂഷകളെയും ദൈവരങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആയിട്ടാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പാപികളെ കർത്താവ് രക്ഷിക്കണമെങ്കിൽ പാപികൾ എന്തു ചെയ്യണം? ആമേൻ. സ്തോത്രം. ഞാൻ പാപിയാണെന്ന് സമ്മതിച്ച് ഏറ്റുപറയണം. സ്തോത്രം. നമുക്കറിയാം, പരീശനും ആമേൻ ഹല്ലേലൂയ ആമേൻ മറ്റൊരു സാധാരണ മനുഷ്യനും പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. പരീശൻ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട്, കർത്താവേ, നിനക്ക് ഞാൻ ഇത് ചെയ്തു, നിനക്ക് ഞാൻ അത് ചെയ്തു, ഞാൻ നിനക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു, സ്തോത്രം, ഈ ഇരിക്കുന്ന മനുഷ്യനെ പോലെ അല്ല എന്ന് പറഞ്ഞ് സ്തോത്രം അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ പാവപ്പെട്ടവൻ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട്, കർത്താവേ, ഇവിടെ കടന്നു വരുവാനും നിൻ്റെ മുഖത്തേക്ക് നോക്കുവാനും എനിക്കൊരു യോഗ്യതയുമില്ല, സ്തോത്രം. ആമേൻ. നിൻ്റെ മകനെന്ന് വിളിപ്പാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിച്ചു. സ്തോത്രം. നമുക്കറിയാം, സ്തോത്രം, പാപികളായി എത്ര വലിയ കൊലപാതകയായാലും
എത്ര വലിയ പാപം ചെയ്ത ആളായാലും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കടന്നു വന്ന് കണ്ണുനീരോടെ ദൈവസന്നിധാനത്തിൽ സമർപ്പിച്ച് സ്തോത്രം ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ കർത്താവ് അവൻ്റെ പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞിട്ട് അവനെ സ്തോത്രം തൻ്റെ മാറോട് ചേർത്തണച്ച് തൻ്റെ പുത്രനായി അംഗീകരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ദൈവസന്നിധിയിൽ ദൈവമക്കൾ എന്നുള്ള വിളിക്ക് യോഗ്യരായി തീരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചിട്ട്, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു പാപികളായിരുന്ന നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ചത് എന്തിനാണെന്നറിയാമോ? ആമേൻ. സ്തോത്രം. ക്രിസ്തു യേശുവിലുള്ള ഭാവം നമ്മളിൽ ഉണ്ടാകുവാൻ. സ്തോത്രം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ മതി. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപമെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. സ്തോത്രം. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ആമേൻ. സ്തോത്രം. നാം ഓരോരുത്തരും അവനെ പോലെ അനുസരണമുള്ളവരായി തീരണം. സ്തോത്രം. ആമേ. താൻ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾ വളരെ കാഠിന്യമുള്ളതാണെന്ന് ആമേ സ്തോത്രം തമ്പുരാൻ അറിഞ്ഞിട്ടും സ്തോത്രം ഹല്ലേലൂയ അതിൽ നിന്ന് പിന്മാറി പോകാതെ അത് ചെയ്യുവാൻ തക്കവണ്ണം തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ക്രിസ്തുവിനെ നമുക്കവിടെ കാണുവാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവെന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവും ഒരു ദിവസം ഹല്ലേലൂയ യേശു കർത്താവെന്ന് പിതാവിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുന്ന ഒരു സുദിനമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആ സുദിനത്തിനായിട്ട് നമുക്കും കാത്തിരിക്കാം. ഹല്ലേലൂയ. ആമേ. അവൻ്റെ സ്വരൂപത്തോട് നാം അനുരൂപരായി തീരണം. ആമേ. വായിച്ചാട്ട് റോമർ 8:29 വാക്യങ്ങൾ. സ്തോത്രം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് സ്വരൂപത്തോട് അനുരൂപരാകുവാൻ തന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുവാൻ നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ ലോകത്തിലെ സോക്കോൾഡ് പാസ്റ്റർമാരോട് അനുരൂപപ്പെടുവാനല്ല ദൈവം നമ്മെ ആമേൻ മുൻ നിയമിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവാകുന്ന നമ്മുടെ ജ്യേഷ്ഠ സഹോദരനോട് അനുരൂപരായി തീരുവാൻ കർത്താവ് നമ്മെ മുൻ നിയമിച്ചിരിക്കുക. ഒരു നിയമനം കർത്താവ് നൽകിയിട്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ തേജസ്കരിച്ചിരിക്കുകയാണ്. പക്ഷേ ആ തേജസ്കരണത്തിൻ്റെ പൂർത്തി നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ അദ്രവത്വമുള്ള ശരീരം മാറി ഈ ദ്രവത്വമുള്ള ശരീരം മാറി അദ്രവത്വമുള്ള ഒരു ശരീരം നമുക്ക് ലഭിക്കുമ്പോഴാണ് സ്തോത്രം നമ്മുടെ തേജസ്കരണത്തിൻ്റെ പൂർത്തീകരണത്തിൽ
പാതയിലേക്ക് നാം എത്തിച്ചേരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ സ്തോത്രം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു വരുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. സ്തോത്രം. ഹല്ലേലൂയ. മറ്റാരെയും നാം നോക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. മറ്റാരെ നോക്കിയാലും എന്തെങ്കിലും കുറവ് കാണും, എന്നാൽ ഒരു കുറവുമില്ലാത്തവൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നിർമ്മലൻ, നീതിമാൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെയുള്ള മഹാപുരോഹിതൻ അല്ലയോ നമുക്ക് വേണ്ടിയത്? പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. സ്തോത്രം. ഹല്ലേലൂയ. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. സ്തോത്രം. ഓരോരുത്തൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. സ്തോത്രം. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് ഹല്ലേലൂയ ആമേ സ്തോത്രം നമ്മെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടിയാണ് സ്തോത്രം അവൻ നമുക്ക് വേണ്ടി അകൃത്യയാഗമായി തീർന്നത്. സ്തോത്രം. ആമേൻ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. സ്തോത്രം. ഹല്ലേലൂയ. മാനവജാതിയെ മുഴുവനായും ഒരുമിച്ച് നരകത്തിൽ കൊണ്ടുപോകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ആമേൻ ഏദനിൽ ഹല്ലേലൂയ ആദാമിനെയും ഹവ്വയെയും ചതിച്ച്. സ്തോത്രം. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഭൂമി മുഴുവനും അവൻ്റെ അധീനത്തിലായി കഴിഞ്ഞപ്പോൾ അവൻ വിചാരിച്ചു ആമേൻ ഇതുകൊണ്ട് അവൻ ജയിച്ചു. സ്തോത്രം. ഇനിയും പിറന്നു വീഴാൻ പോകുന്ന തലമുറകളെല്ലാം അവൻ്റെ മക്കളായി തീരുമെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവൻ്റെ പദ്ധതി വിജയിച്ചില്ല. തൻ്റെ ഏകജാതനായ പുത്രനെ തൻ്റെ സൃഷ്ടിയുടെ വിടുതലിന് വേണ്ടി സ്വർഗത്തിലെ ഓമനകുമാരനെ തന്നെ ആമേ സ്തോത്രം ഈ ലോകത്തിലേക്ക് കർത്താവ് അയച്ചു. ആമേ സ്തോത്രം. ഒരു യാഗമായി തീരുവാൻ വേണ്ടി. സ്തോത്രം. ഹല്ലേലൂയ. എബ്രായർക്ക് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചാട്ട് താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കുക പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. സ്തോത്രം. ആമേ. നാം പലപ്പോഴും കംപ്ലൈന്റ് പറയുന്നവരല്ലേ. സ്തോത്രം. പരീക്ഷകൾ നേരെ കടന്നു വരുമ്പോൾ നിൽപ്പാൻ കഴിയാത്ത അവസ്ഥകൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ആമേ നാം അറിയാതെ പിറുപിറുക്കുന്നവരായി തീർന്നു പോകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ? എന്നാൽ ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് പറയുവാനുള്ളത് താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. പരീക്ഷയോടുകൂടി പോക്കുവഴിയും തന്ന് തൻ്റെ ജനത്തെ നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രമാകിയാൽ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. പ്രതികൂലത്തിന് നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാതെ വരുന്ന അവസ്ഥയിൽ സ്തോത്രം ഒരുപക്ഷെ ഹൃദയം കഠിനമായി തീരുവാനുള്ള ചാൻസസ് ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ പൈതലേ സ്തോത്രം അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്ത് അവൻ്റെ മക്കളായി തീർന്ന നമ്മെക്കുറിച്ച് അവൻ അങ്ങനെ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെയോ സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയം കഠിനമാക്കാതെ ഹൃദയം നുറുക്കത്തോടെ അവൻ്റെ സന്നിധാനത്തിലേക്ക് അടുത്ത് ചെന്നിട്ട് കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. പരീക്ഷയോടുകൂടെ പോക്കുവഴിയും തന്ന് നടത്തുന്ന സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവർ
നീ മാത്രമാണ്. ആമേ, നീ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞ കർത്താവിനോട് നാം അപേക്ഷിക്കണം. സ്തോത്രം. അപ്പോൾ തമ്പുരാൻ നമ്മുടെ വിഷയങ്ങൾ മേൽ വിടുതലയച്ച് നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ആമേൻ. എബ്രായർക്ക് ലേഖനം 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. സ്തോത്ര. നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതയിൽ നമ്മെ താങ്ങുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട കർത്താവ് ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലണം. ഹല്ലേലൂയ. ആമേൻ. തൽസമയത്ത് കരുണ ലഭിപ്പാനോ സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി നമുക്ക് ഇന്ന് രാത്രികാലം ആ കൃപാസനത്തിലേക്ക് ഒന്ന് അടുത്ത് ചെല്ലാം. ഹല്ലേലൂയ. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടുകൂടെ അപേക്ഷിക്കുകയും അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. സ്തോത്രം. ക്രിസ്തു ഹല്ലേലൂയ തൻ അനുഭവിക്കുവാൻ പോകുന്ന കഷ്ടതകളുടെ നടുവിൽ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കഷ്ടതയുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, സാഹചര്യങ്ങൾ പ്രതികൂലമായി തീരുമ്പോൾ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അഗ്നിജ്വാല നമ്മെ വിഴുങ്ങുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ ഹല്ലേലൂയ വെള്ളം നമ്മെ മുക്കിക്കളയുവാൻ നമ്മുടെ നേരെ തിരമാലകൾ കണക്കെ സ്തോത്രം ആഞ്ഞടിക്കുമ്പോൾ ഹല്ലേലൂയ സിംഹങ്ങൾ വായ തുറന്ന് നമ്മെ വിഴുങ്ങുവാൻ കാത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ നാം നമ്മുടെ കർത്താവിനോട് അപേക്ഷിക്കണം. സ്തോത്രം. രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറക്ക നിലവിളിക്കണം. കണ്ണുനീരോട് കൂടെ കടന്നു എന്ന ദൈവസന്നിധിയിൽ അപേക്ഷയും അഭയാചനയും കഴിക്കുമെങ്കിൽ പുത്രനാം തമ്പുരാന് സ്വർഗത്തിൽ നിന്ന് ഉത്തരം ലഭിച്ചതുപോലെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പൈതലേ നമുക്ക് ഉത്തരം നൽകി തരുവാ നമ്മുടെ കർത്താവായ യേശു മതിയായവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ജീസസ്. എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു തന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തവനായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. സ്തോത്രം. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് വെള്ളിയും പൊന്നുമല്ല. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് ഹല്ലേലൂയ അത്രേ നാം വീണ്ടെടുക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായത്. സ്തോത്രം. ഹല്ലേലൂയ. വെള്ളിയും പൊന്നും എന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. സ്തോത്രം. ക്രിസ്തു
ക്രിസ്തുവിൻ്റെ നിർദോഷവും നിർമ്മലവുമായ വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവത്തിൻ്റെ ജനമേ, കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈ വീണ്ടെടുപ്പ് നാം നഷ്ടപ്പെടുത്തരുത്. സ്തോത്രം. ഹല്ലേലൂയ. ലോകജാതികളെ പോലെ നാം ആയിത്തീരരുത്. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും നാം വിശ്വസ്തരായി ഇരിക്കണം. സ്തോത്രം. ഈ ലോകജാതികൾ ചെയ്യുന്നത് പോലെ ആമേൻ നാം അവരുടെ കാര്യങ്ങൾ, അവരുടെ പ്രവൃത്തികൾ ചെയ്യരുത്. ഈ ലോകജാതികൾ സംസാരിക്കുന്നത് പോലെ നാം സംസാരിക്കരുത്. ഈ ലോകജാതികൾ നോക്കുന്നത് പോലെ നാം നോക്കരുത്. ഈ ലോകജാതികൾ വസ്ത്രം ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിപ്പാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കരുത്. ഈ ലോകജാതികൾ അലങ്കരിക്കുന്ന പോലെ അലങ്കരിപ്പാൻ നമ്മെ വിട്ടുകൊടുക്കരുത്. കാരണം എന്താണെന്നറിയാമോ? ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേ. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിച്ചു കളയും. സ്തോത്ര. വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ, അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടിരുവീൻ. അശുദ്ധമായത് ഒന്നും തുടരുത്. സ്തോത്ര. ദൈവത്തിൻ്റെ ജനത്തിന് അശുദ്ധമായത് ഒന്നും തൊടുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. വിശുദ്ധി തങ്ങളെ സൂക്ഷിക്കുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. മോശ താൻ വളർന്നപ്പോൾ ഹല്ലേലൂയ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തെക്കാൾ ആമേ സ്തോത്രം ജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത്, ആമേ ക്രിസ്തുവിൻ്റെ ജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് ആമേ നല്ലതെന്ന് തിരഞ്ഞെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. മോശയെ പോലെ സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പാപം ചെയ്യുവാൻ തക്കവണ്ണമുള്ള എല്ലാ സാഹചര്യങ്ങളും ഫറവോൻ്റെ കൊട്ടാരത്തിനുണ്ടായിരുന്നു. എങ്കിലും അതിലൊന്നും വീണുപോകാതെ ആമേ സ്തോത്ര ദൈവത്തിൻ്റെ ജനത്തോടുകൂടെ കഷ്ടം അനുഭവിപ്പാൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ആമേ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ സ്തോത്രം. ഹല്ലേലൂയ. കൊട്ടാരത്തിൽ ഹല്ലേലൂയ അവർക്ക് സ്തോത്രം ആമേ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും സ്തോത്രം അതിലൊന്നും പെടാതെ ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ കാര്യവിചാരകനോട് പറഞ്ഞു, രാജാവിൻ്റെ വീഞ്ഞുകൊണ്ടും ഹല്ലേലൂയ രാജാവ് തരുന്ന ഭോജനം കൊണ്ടും ഞങ്ങൾ മലിനപ്പെടുവാൻ ഞങ്ങൾക്കിടയാകരുത്. ആമേ ഞങ്ങൾക്ക് ആമേ സ്തോത്രം പദാർത്ഥം മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞ് സ്തോത്രം ദൈവഹിതപ്രകാരം തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ആ രാജ്യത്തിലെ ഏറ്റവും ഉന്നതന്മാരായി ആ രാജ്യത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ മേലെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം അവർക്ക് കൃപ കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, എബ്രായർ ലേഖനം 9:27-28 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. സ്തോത്ര. അത് ആർക്കും മാറ്റുവാൻ കഴിയത്തില്ല. കാരണം സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രവാസകാലം നാം ഭയത്തോടെ കഴിക്കണം. ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധിക്ക് അനുസരിച്ച് നടന്നതുപോലെ നാം നടക്കുവാൻ ഒരിക്കലും ഇടയാകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലേ, കർത്താവ് നമ്മെ കഴുകുക, നമ്മെ ശുദ്ധീകരിപ്പാൻ, നമ്മെ വെടിപ്പുള്ളവരാക്കി തീർക്കുവാൻ കൽവറി കൊരമരത്തിൽ യാഗമായി തീർന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ മേശമേൽ വീഞ്ഞുകൾ ക്രമീകരിച്ചിരിക്കുകയാണല്ലോ. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. സ്തോത്ര. ലോകത്തിൽ ജനിച്ചവരിൽ സ്തോത്രം ഹല്ലേലൂയ ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി
കഷ്ടം അനുഭവിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്ത മറ്റാരുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതേ സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 21-22 വാക്യം വായിച്ചാട്ട്. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വച്ചിട്ട് നിങ്ങളുടെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വച്ചിട്ട് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ, അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ച് സ്തോത്രം, ഒരു മാതൃക വെച്ചേച്ചു പോയിക്കുക. സ്തോത്ര. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ അദമ്യമായ ഉദ്ദേശമെന്ന് പറയുന്നത് നാമും അവനെ പോലെ ആയിത്തീരണം. അവനിലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 2 തിമോഥെയോസ് 3:16 പറയുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകിയ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മളെല്ലാവരും വിശുദ്ധിയിൽ തികഞ്ഞവരായി തീരണം. യാഗം കഴിച്ച് നിയമം ചെയ്ത് എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് നമ്മുടെ കർത്താവ് വരാൻ പോകുന്നത്. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അനുസരിച്ച് കീഴ്പ്പെട്ട് നടക്കുന്ന ഒരു വിശ്വാസിയും ഇവിടെ നിന്ന് എടുക്കപ്പെടുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഓരോ ദിവസവും തങ്ങളെ തന്നെ ശോധന ചെയ്ത് തങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് എന്തെങ്കിലും കുറവ് വന്നെങ്കിൽ ദൈവത്തോട് കരുണയ്ക്കായി യാചിച്ച് നിരപ്പ് പ്രാപിച്ച് ആമേൻ സ്തോത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയെ മാത്രമേ കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവ് തൻ്റെ സന്നിധാനത്തിൽ ചേർക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പൈതലെ, ഏതായാലും നമുക്കൊരു കാര്യമറിയാം, നമ്മുടെ കർത്താവ് വരാൻ സമയമായി. ലോക സംഭവങ്ങളെല്ലാം കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. ആമേൻ സ്തോത്രം. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. സംഭവിക്കുമെന്നും അതെപ്പോൾ സംഭവിക്കുമെന്നും വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം. തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ലോകത്തിൽ മനുഷ്യൻ പല ഉപദേശങ്ങളും എഴുന്നേൽക്കുന്ന കാലഘട്ടമാണ്. സ്തോത്രം. കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിച്ച് കളയുവാൻ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ തിരഞ്ഞ് ചുറ്റി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ തന്നെ നാം ശ്രേഷ്ഠരെന്ന് ആമേൻ സ്തോത്രം ചിന്തിച്ചിരുന്ന പലരും നമ്മുടെ മുമ്പിൽ തന്നെ വീണുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ദൈവത്തിൻ്റെ പൈതലേ സ്തോത്രം. ആരും നമ്മെ തെറ്റിച്ച് കളയാതിരിപ്പാൻ നാം സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ആമേൻ. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരായിട്ട് ദൈവത്തിന്റെ ജനം ആയിത്തീരണം. താഴ്ത്തു വായിച്ചാട്ട്. ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ആമേൻ. അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. സ്തോത്രം. ക്രിസ്തുവിൻ്റെ ഉപദേശമാണെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അന്നാളിൽ തെറ്റിക്കുവാൻ കടന്നു വരും. ചിലർ ക്രിസ്തുവിൻ്റെ പേരെടുത്ത് വരും, ചിലർ ക്രിസ്തുവിൻ്റെ ഉപദേശമാണെന്ന് പറഞ്ഞുകൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പാമ്പ് ഹവ്വായോട് ചോദിച്ചു. ആമേൻ സ്തോത്രം. അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ ഇന്ന് ഈ കാലഘട്ടത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. ഇതൊന്നും ഒരു ഉപദേശമല്ല എന്ന് പറഞ്ഞ് സ്തോത്രം. ഹല്ലേലൂയ. ഉപദേശമായി സ്ഥാപിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ദാസന്മാർ, നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന പല കാര്യങ്ങളും സ്തോത്രം സഭയിൽ നിന്ന് വെട്ടിമാറ്റിക്കൊണ്ട് തങ്ങളുടെ ഇഷ്ടത്തിന് ജനത്തെ ഉപദേശിച്ച്
തെറ്റിച്ച് കളയുന്ന ഉപദേഷ്ടന്മാർ ഈ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ നാം സൂക്ഷിക്കണം. ആമേൻ. നേതാക്കന്മാർ പറയുന്നത് കേട്ട് നാം പോകരുത്. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പരിശോധിച്ച് മനസ്സിലാക്കി ആമേൻ സ്തോത്രം യോഗ്യമായ രീതിയിൽ നാം മുന്നോട്ട് പോകണം. 1 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. 1 തിമോഥെയോസ്. ആകയാൽ പുരുഷന്മാരെല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ട് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യൗവന സ്ത്രീകളും യോഗ്യമായ വസ്ത്രമേ സ്ത്രീകളെ കുറിച്ച് ആണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും സ്തോത്രം ധരിക്കേണ്ടത് യോഗ്യമായ വസ്ത്രം യോഗ്യമായ രീതിയിൽ ധരിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ, ഇവിടെ കൂടി വന്നിരിക്കുന്ന പ്രിയ സഹോദരിമാരെ, നിങ്ങളെല്ലാവരും അപ്രകാരമായിരിക്കുക. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. വായിച്ചാട്ടെ. യൗവന സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ തന്നെ അലങ്കരിക്കണം. ആമേ. ഞാൻ അതിന്റെ സ്തോത്രം ഹല്ലേലൂയ വിവരിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല. പച്ച മലയാളത്തിലാ എഴുതിയിരിക്കുന്നത്. സ്ത്രീകൾ ലജ്ജാശീലത്തോടും സുബോധത്തോടും തങ്ങളെ തന്നെ അലങ്കരിക്കണം. സ്തോത്രം. ലജ്ജയില്ലാത്ത സ്ത്രീകളെ പോലെ ദൈവമക്കളായിരിക്കാൻ ഒരിക്കലും ഇടയാകരുത്. നാം ഒരു സാരിയെ ഉടുക്കുന്നുള്ളെങ്കിലും സ്തോത്രം ഉടുക്കേണ്ട രീതിയിൽ അത് ഉടുക്കണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നാം സ്തോത്രം മറ്റുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നതെങ്കിൽ യോഗ്യമായ രീതിയിൽ നാം ധരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അബദ്ധവശാൽ തീ വീണ് കാട് കത്തിയാൽ ആമേൻ തീയിട്ടവൻ പകരം കൊടുക്കണം. നിന്റെ വസ്ത്രധാരണം കൊണ്ട് എവിടെയെങ്കിലും തീ കത്തിയാൽ അതിൻ്റെ കുറ്റം ആരോടാ ചോദിക്കുന്നത്? നിന്നോടാ ചോദിക്കുന്നത്. അതാണായാലും പെണ്ണായാലും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നാം വസ്ത്രധാരണം ചെയ്യണം. നാളെ നാം അലങ്കരിച്ച് നമ്മെ തന്നെ സ്തോത്രം. ഞാനതൊന്നും എടുത്ത് പറയുന്നില്ല. ദൈവത്തിൻ്റെ മക്കളെ, നിന്നെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരുത്തനും പറയരുത് സ്തോത്രം താണ്ടൊരു പെന്തക്കോസുകാരനെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിയമം കാരണം ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുവാൻ ഇടയായാൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അവിടെ കൊണ്ട് ഞാൻ നിർത്തട്ടെ. സമയമില്ലല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അനേക വചനഭാഗങ്ങൾ എടുത്ത് വായിപ്പാനുണ്ട്. ആ വായിച്ച വാക്യം ഒന്ന് പൂർത്തീകരിച്ചേ. സ്തോത്രം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല എന്ന് പറഞ്ഞ പിന്നെ എന്താ കൊണ്ടാ? ദൈവഭക്തിയെ എന്നിവ കൊണ്ടല്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞേക്കുക. സ്തോത്രം. പിന്നെ പറയുന്നത് എന്തുവാ? ദൈവത്തിൻ്റെ ഉപദേശം ഇല്ല എന്ന്. എന്തോ ചെയ്യണം ഇങ്ങനെയുള്ളവരെ? നമ്മൾ തന്നെ സ്തോത്രം മനസ്സിലാക്കി അവരെയൊക്കെ വിട്ടൊഴിയുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കണം. അനേക വചനങ്ങളുണ്ട്. ആമേ സ്തോത്രം. കർത്താവ് പലതും ആമേ സ്തോത്രം വേണ്ട എന്ന് പറഞ്ഞതിനെ ആമേ സ്തോത്രം സ്ഥാപിക്കുന്ന അനേക വചനങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ അതെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ മക്കളായി ജീവിച്ചു മുന്നേറുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. സമയം വളരെ മുന്നോട്ട് കടന്നു പോയിരിക്കുന്നല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ആമേ. കർത്താവായ യേശു ക്രിസ്തു ആമേ കഷ്ടം അനുഭവിക്കുന്നതിന് മുമ്പ് തനിക്ക് വരാൻ പോകുന്ന കഷ്ടതയിൽ നിന്ന് തന്നെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ എന്നെ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് സ്തോത്രം കർത്താവ് പ്രാർത്ഥിച്ചു. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും എൻ്റെ
ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി. അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് സ്തോത്രം വീഴുന്ന വലിയ ചോരത്തുള്ളി പോലായി. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ യേശു ക്രൂശ് മരണം അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ മാനവജാതിയുടേതായ സകല പാപത്തിൻ്റെയും പരിഹാരത്തിന് വേണ്ടിയും അവൻ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ്റെ ശരീരത്തിലും മനസ്സിലും ഒരുപോലെ സ്തോത്രം വേദന അനുഭവിച്ചു വരാൻ പോകുന്ന കഷ്ടതകൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം പൊട്ടുന്ന പോലെയുള്ള ഒരു വേദന അവൻ്റെ മനസ്സിനും ശരീരത്തിലും വന്നു. അങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ സ്തോത്രം രക്തം, ഹല്ലേലൂയ, തൻ്റെ വിയർപ്പ് രക്തം പോലെ രക്തത്തുള്ളികളായിട്ട് വീഴുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു കഷ്ടം അനുഭവിക്കുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച്, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി പെസഹ ഒരുക്കുവാൻ അവരോട് കൽപ്പിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം നമുക്ക് വായിക്കാം. സ്തോത്രം. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹനാനെയും അയച്ച്, നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിക്കുവാൻ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിക്കുവാൻ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് അവർ ചോദിച്ചതിന്, നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നു. അതിന്റെ 17 മുതൽ വായിച്ചോട്ട്. പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുമീ. ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കുകയില്ല എന്ന് ഞാൻ സ്തോത്രം. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. സ്തോത്രം. പെസഹ കുഞ്ഞാടിനെ അറുത്ത് സ്തോത്രം പെസഹ ആചരിക്കുന്ന ആ ദിവസം തന്നെ, ഹല്ലേലൂയ, പെസഹയ്ക്ക് ഒരുക്കി വച്ചിരുന്ന അപ്പം, പെസഹയുടെ അപ്പം ഭക്ഷിച്ചതിന് ശേഷം വേറൊരപ്പമെടുത്ത് നുറുക്കിയിട്ട് കർത്താവ് പറയുകയാണ്, ഇത് സ്തോത്രം, ഹല്ലേലൂയ, യേശു അപ്പെടുത്ത് വാഴ്ച നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി, നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമത്തിനുള്ള രക്തം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുമ്പോൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാനൊരു ഉപദേശവും സ്ഥാപിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക എല്ലാ അർത്ഥത്തിലും നാം പിന്തുടരണം. ഹല്ലേലൂയ. സ്തോത്രം. വിൻഡോ കലക്കിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങി കുടിക്കരുത്. സ്തോത്രം. ദൈവത്തിൻ്റെ പൈതലേ, അപ്പവും അതുപോലെ ക്രമീകരിക്കപ്പെട്ടതാണോ എന്ന് നോക്കിയ സ്തോത്രം, ഹല്ലേലൂയ, അതിൽ നിന്ന് ഭക്ഷിക്കാവൂ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് ചെയ്യുന്നവനൊക്കെയും കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനായി തീരും. സ്തോത്രം. ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് നാം കുറ്റക്കാരായി തീരുവാൻ ഒരിക്കലും ഇടയാകരുത്. സ്തോത്രം. വളരെ ശോധന ചെയ്ത് സ്തോത്രം, നമ്മുടെ മുമ്പിൽ എത്ര വലിയ ഉന്നതൻ കൊണ്ട് വെച്ചാലും ഇത് ദൈവത്തിൻ്റെ വചനപ്രകാരം ആണോ എന്ന് നോക്കിയിട്ട് അത് ഭക്ഷിക്കാവൂ, അത് പാനം ചെയ്യാവൂ. അങ്ങനെയുള്ളത് അല്ലെങ്കിൽ സ്തോത്രം, എന്നെ ശ്രദ്ധിക്കൂ.
പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതിൽ നിന്ന് നിങ്ങൾ മാറിയിരിക്കണം. സ്തോത്രം. അതാണ് നല്ലത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മേശയും ഭൂതങ്ങളുടെ മേശയുമുണ്ട്. ദൈവഹിത പ്രകാരം ക്രമീകരിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ മേശയാണ്. അല്ലാത്തതൊക്കെ ആമേൻ ആരുടെ മേശയാണെന്ന് ആമേൻ നിങ്ങൾ തന്നെ വിധിച്ചു കൊള്ളുക. സ്തോത്രം. ഈ രാത്രികാലം ആമേ കർത്താവിൻ്റെ തിരുശരീരത്തെയും ആമേ കർത്താവിൻ്റെ തിരുരക്തത്തെയും ഓർമ്മപ്പെടുത്തുന്ന ഹല്ലേലൂയ അപ്പവും വീഞ്ഞും സ്തോത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവത്തിൻ്റെ പൈതലിന് മാത്രമേ ഇതിൽ പങ്കാളിയായി തീരുവാ ദൈവം അനുവദിച്ച് ഉള്ളു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്നാനപ്പെട്ടു ദൈവകൽപ്പന അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഇതിൽ പങ്കാളിയായി തീരുവാനുള്ള അനുവാദം ദൈവം കൊടുത്തിട്ടുള്ളൂ. സ്തോത്രം. ആമേൻ. ഏതെങ്കിലും കാരണത്താൽ ആമേൻ ദൈവസന്നിധിയിൽ കുറ്റക്കാരായിരിക്കുന്നവർ ഒരിക്കലും ഇതിൽ പങ്കാളികളായി തീരരുത്. താഴ്ത്തു വായിച്ചാട്ട് 27 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ കുടിക്കുകയോ ചെയ്യുന്നവനൊക്കെ കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനായി തീരും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്യണം. ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ ദൈവത്തിന്റെ പൈതലേ, ഇതിൽ പങ്കാളിയായി തീരുവാൻ നീ പ്രാഗൽഭ്യമുള്ളവനായിരിക്കുന്നുവോ പ്രാഗൽഭ്യമുള്ളവളായിരിക്കുന്നുവോ എന്ന് സ്തോത്രം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യ. സ്തോത്രം. ആരുമായിട്ടെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ കൈപ്പോടെയോ ഈർഷ്യയോടെയോ അസൂയയോടെയോ പകയോടെയോ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഇതിലേക്ക് കരങ്ങളെ നീട്ടുന്നതിന് മുമ്പ് നിന്റെ സഹോദരനെ വെളിയിൽ വിളിച്ചുകൊണ്ടുപോയി അവനോട് നിരന്നിട്ട് വന്ന് ആമേൻ സ്തോത്രം കർത്താവിന് സന്നിധാനത്തിൽ നീയാഗമായി തീരുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരായി തീരും. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങളിൽ പലരും രോഗികളും ബലഹീനരും ആയിരിക്കുന്നു. ഇന്ന് രാത്രി അനേകരും നിദ്ര കൊള്ളുന്നു. ദൈവത്തിന്റെ പൈതല് ഇന്ന് രാത്രികാലം ഇതിൽ പങ്കാളികളായി തീരുന്ന എല്ലാവരും ആരോഗ്യമുള്ളവരായി ബലമുള്ളവരായി ബുദ്ധിശക്തിയാൽ നിറയപ്പെട്ടവരായി ആമേൻ കർത്താവിന് വേണ്ടി ഓടുവാനും അധ്വാനിപ്പാനും ആമേൻ സ്തോത്രം ആരോഗ്യമുള്ളവരായി തീരുവാൻ അഭിഷേകമുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മെ ശക്തീകരിക്കുവാനാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തെന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നുറുക്കുമ്പോഴൊക്കെയും നമ്മുടെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടി ക്രൂശന്മേ തകർക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെ ഓർത്തുകൊണ്ട് വാങ്ങി പങ്കിട്ടുകൊള്ളുവീ. ആദ്യം സഹോദരിമാര് മുന്നോട്ട് വന്ന് സ്തോത്രം. ഹല്ലേലൂയ. ഇതിലെ കരങ്ങൾ നീട്ടിയതിനു ശേഷം സഹോദരന്മാര് മുന്നോട്ട് കടന്നു വന്നാണ്ട് സ്തോത്രം. ആമേൻ. ഞങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തെന്നാൽ
കർത്താവായ യേശു ക്രിസ്തുവിനെ അണച്ചുകൊള്ളുന്ന രാത്രി അവനപ്പെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ നുറുക്കുമ്പോഴൊക്കെയും നമ്മുടെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും വീണ്ടെടുപ്പിന് വേണ്ടി അവതരിച്ചതു വെറും കഥയോ ദൈവസുതൻ പശുശാലയിൽ അവതരിച്ചതു വെറും കഥയോ ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറു ഭവനവും ലഭിച്ചതില്ലെന്നോ ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറു ഭവനവും ലഭിച്ചതില്ലെന്നോ ദൈവകരുണയിൽ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ ദൈവകരുണയിൽ ധനമാഹാത്മ്യം വർണ്യമോ പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോമനസ പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോമനസ നിരുപമ പ്രഭയാണിരുന്നവൻ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതിയോ നിരുപമ പ്രഭയാണിരുന്നവൻ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതിയോ ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ ദൈവകരുണയിൻ ധനമാഹാത്മ്യം ദേവസൂതൻ പശുശാലയിൽ നരന അവതരിച്ചതു വെറും കഥയോ ദേവസുതൻ പശുശാലയിൽ നരന അവതരിച്ചതു വെറും കഥയോ ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറു ഭവനവും ലഭിച്ചതില്ലെന്നോ ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറു ഭവനവും ലഭിച്ചതില്ലെന്നോ ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ കുരിശു ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകാലുകളെ അതിന്മേൽ കുരിശു ചുമന്നവൻ ഗിരിമുകളേറി
അത് സ്മരിക്കുവിൽ വിസ്മയനീയം ദൈവകരുണയിൻ ധനമാഹാത്മ്യം. ആമേൻ. അവിടെ തന്നെ താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു. കുടിക്കുമ്പോഴൊക്കെയും നിങ്ങളുടെ ശരീരത്തിൻ്റെയും പ്രാണൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരി കൊരമരത്തിൽ ചൊരിയപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുണ്യാക രക്തത്തെ ഓർത്തുകൊണ്ട് വാങ്ങി പാനം ചെയ്തു കൊള്ളുവീൻ. അവിടെ തന്നെ താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രമെടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു. കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. സ്നേഹം സ്നേഹം പരലോക പിതാവൂതൻ മകനെ മാറിപ്പതിനാൾ കുരിശിൽ കൈവെടിഞ്ഞോ. മകനെ മാറിപ്പതിനായി മകനെ മാറിപ്പതിനായി മകനെ മാറിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മാറിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മകനെ മാറിപ്പതിനായി മകനെ മാറിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മകനെ മാറിപ്പതിനായി മകനെ മാറിപ്പതിനായി മകനെ മാറിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മാറിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. സ്വർഗ്ഗസ്ഥലിലുള്ള അനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിനുഹിതമാ. സ്വർഗ്ഗസ്ഥലങ്ങളിലുള്ള അനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിനുഹിതമാ. സകലവും നൽകിടുവാൻ സകലവും നൽകിടുവാൻ സകലവും നൽകിടുവാൻ പിതാവിനുഹിതമാ. മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മാറിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മകനെ മാറിപ്പതിനായി മകനെ മാറിപ്പതിനായി മകനെ മാറിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മാറിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മകനെ മാറിപ്പതിനായി മകനെ മാറിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ.
സ്നേഹം പരലോക പിതാവൂതൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ ബന്ധമാണിതു യുഗകാലം വരെയും. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ ബന്ധമാണിതു യുഗകാലം വരെയും. സ്നേഹം പരലോക പിതാവൂതൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മാരിപ്പതിനായി മകനെ മാരിപ്പതിനായി മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. ഈ മേശമേൽ വീണ്ടും അപ്പവീഞ്ഞുകൾ ശേഷിക്കുകയാണ്. ആമേൻ. ഇത് നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് ഹല്ലേലൂയ കർത്താവിൻ്റെ വരവിതുരെയും ആഗതമായിട്ടില്ല. ഇതിലേക്ക് പങ്കാളികളായി തീരുവാൻ വേണ്ടി അനേകരെ കർത്താവിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാകിയാൽ ഇന്ന് രാത്രികാലം ഒരു തീരുമാനത്തോടെ നമുക്ക് സ്തോത്രം കടന്നു പോകാം. ആമേൻ. കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ജീവിതങ്ങളെ നേടുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി അന്ത്യകാലത്ത് ശോഭിക്കുന്നവരായി പ്രകാശിക്കുന്നവരായി തീരുവാൻ കർത്താവ് എല്ലാവരെയും ശക്തീകരിക്കുമാറാകട്ടെ. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിക്കുകയും ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുകയും എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുകയും ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുകയും തമ്മിലും എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുകയും എപ്പോഴും സന്തോഷിക്കുകയും ഇടവിടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, വചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുകയും സകലവിധ ദോഷവും വിട്ടകലുകയും സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകും, അവനത് നിർവഹിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ. കർത്താവാണ്. ആമേൻ. സഹോദരന്മാരൊക്കെ ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. ഹല്ലേലൂയ. നാം ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനത്ത് സ്തോത്രം എഴുന്നേറ്റ് നിന്നൊരു പ്രത്യാശ ഗാനം പാടുമ്പോൾ സഹോദരന്മാർ തമ്മിലും സഹോദരിമാർ തമ്മിലും വിശുദ്ധ ചുംബനം കൊടുത്ത് അന്യോന്യം വന്ദിക്കാം. Praise the Lord Jesus. ലക്ഷദൂത സേവിതരിതാ, ലക്ഷദൂത സേവിതരിതാ, യോഹന്നാൻ വെളിപ്പാട്
കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ, തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ സകല വിശുദ്ധ ദൂത സംഘ പരിവാരത്തോടെ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. സറാഫുകൾ ദുരൈവ, കെരൂബുകൾ സറാഫുകൾ ദുരൈവ, സ്വർണ്ണ കാരണക്കാരത്തിലെതിയ വിശുദ്ധ ഗീതക്കാർ വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി, വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി. ആത്തുപാടുന്നോർത്തു കേൾക്കുവീനിത്, ആത്തുപാടുന്നോർത്തു കേൾക്കുവീനിത്, വലിയ പെരുവെള്ളത്തിനേച്ചു നോക്കലാവൊലി വാനിൽ വാനിൽ അതിഗംഭീരമായി, വാനിൽ വാനിൽ അതിഗംഭീരമായി. നിത്യ യൗവനത്തിൽ കിരീടം ചൂടി, നിത്യ യൗവനത്തിൽ കിരീടം ചൂടി, ജയസന്തോഷത്തിൽ കതിരൊളിച്ചിട്ടും നേത്രജോയങ്ങളാ വാനിൽ വാനിൽ തുതി പരക്കുന്നു, വാനിൽ വാനിൽ തുതി പരക്കുന്നു. വിജയശ്രീയാൽ പ്രസന്നതായേറും ഏറും, വിജയശ്രീയാൽ പ്രസന്നതായേറും ഏറും, മധ്യസരയിൽ മാന്നു മാറി നർമ്മനാഥന്താ വാനിൽ വാനിൽ അതിപ്രസന്നമായി, വാനിൽ വാനിൽ അതിപ്രസന്നമായി. രഥങ്ങളുടെ ഗംഭീരാരവം അതാ, രഥങ്ങളുടെ ഗംഭീരാരവം അതാ, ദൂതസംഘത്തിൽ ചിറകൊടിക്കുന്നു മുഴങ്ങുന്നു സദാ വാനിൽ വാനിൽ ധ്വനി പ്രഘോഷമായി, ഓ വാനിൽ വാനിൽ ധ്വനി പ്രഘോഷമായി. ദൈവത്തിന്റെ കാഹളധ്വനി ധ്വനി, ദൈവത്തിന്റെ കാഹളധ്വനി ധ്വനി, രാജരാജനസുതനിൽ നിന്ന് താൻ പുറപ്പെടുന്നിതാ വാനിൽ വാനിൽ അതിഗംഭീരമായി, വാനിൽ വാനിൽ അതിഗംഭീരമായി. മണ്ണിലുറങ്ങുന്നതാമൃത മൃത, ഓ മണ്ണിലുറങ്ങുന്നതാമൃത മൃത, ഇനി മുഹൂർത്തത്തിൽ ഉയർത്തെഴുന്നതി പ്രസന്നവാദരായി ശീഘ്രം ശീഘ്രം അതിസമോദരായി, ഓ ശീഘ്രം ശീഘ്രം അതിസമോദരായി. തന്നെ നോക്കി പാർത്തിടും ജനം ജനം, തന്നെ നോക്കി പാർത്തിടും ജനം ജനം, കാവളതൊരു കേൾക്കും മാത്രയിൽ വാനിൽ പോകുമേ, മോദാൽ മോദാൽ വാനിൽ പോകുമേ, ഓ മോദാൽ മോദാൽ വാനിൽ പോകുമേ. ഇവിടെ കയറി വരുവിനെന്നുള്ള വിളി, ഓ ഇവിടെ കയറി വരുവിനെന്നുള്ള വിളി, കേട്ടിനാശ്വാസം ലഭിക്കും പക്ഷേ കൊതിക്കുന്ന അനുഗ്രഹമായി, കേൾക്കാൻ കേൾക്കാൻ കൊതിക്കുന്നു നിഗ്രഹമായി, കേൾക്കാൻ കേൾക്കാൻ കൊതിക്കുന്നു നിഗ്രഹമായി. ലക്ഷോപലക്ഷദൂത സേവിത ലക്ഷോപലക്ഷദൂത സേവിത യോഗങ്ങൾ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ, തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ സകല വിശുദ്ധ ദൂത സംഘ പരിവാരത്തോടെ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. ലക്ഷോപലക്ഷം ദൂത സേവിത ലക്ഷോപലക്ഷം ദൂത സേവിത യോഗങ്ങൾ വെളിപ്പാട് കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. ആമേൻ. വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, ആമേൻ. വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, ഓ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ.
പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുഗ്രഹിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹമാക്കി തീർത്തല്ലോ. ഭക്ഷിച്ച് ബലപ്പെട്ട കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഈ രാത്രികാലം വീണ്ടും കർത്താവ് ശക്തീകരിച്ചിരിക്കുക. നമുക്ക് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. സർവശക്തനായി ഞങ്ങളുടെ കർത്താവെ, നല്ല രാത്രികാലത്തിനായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും നിന്റെ സാന്നിധ്യത്തിന് മറവിലായിരിക്കാൻ കർത്താവെ ഇടയാക്കിയതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ. ഭക്ഷിച്ച് ആരാധിച്ച് ബലപ്പെട്ട് നിന്റെ നാമത്തെ ഉയർത്തുവാൻ ഈ രാത്രികാലം കർത്താവെ അവിടെ ഞങ്ങളെ ശക്തീകരിച്ചതിനായി ഒരു പ്രാവശ്യം കൂടെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി നീ സഹിച്ച കഷ്ടതകളെ പങ്കപാടികളെ ഓർക്കുവാൻ കർത്താവെ ഇവിടെ ഇടയാക്കിയതിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഈ രാത്രികാലം ഞങ്ങളെ സമാധാനത്തോടെ മടക്കി അയക്കണം. കർത്താവിന് വേണ്ടി അധികമായി ഓടുവാൻ പ്രവർത്തിപ്പാൻ ഇതൊക്കെ വേണം. കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ മക്കളെല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രത്യേക രാത്രികാലം ആമേ സ്തോത്രം. ആഹാരം ക്രമീകരിച്ചിരിക്കുന്ന പ്രിയാലിജോറീശ്വരനായിട്ട് കുഞ്ഞുമ്പേരനായിട്ട് സ്തോത്രം കർത്താവേ. നിന്റെ മക്കളെയും കുടുംബമായി ഇവിടെ അനുഗ്രഹിക്കണം നാഥാ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം കർത്താവിന് വേണ്ടി അധികമായി ചിലവിടുവാനും ചിലവാകുവാനും പിന്നെയും കർത്താവ് ഓരോരുത്തരെയും ശക്തീകരിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ ജനം ഒരു അനുഗ്രഹ വിഷയമായി മാറട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. രാത്രികാലം ഞാൻ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേൻ. ദൈവത്തിന്റെ സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കടന്നു പോകുന്ന ജനത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നുവരെന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവം ഞാഴ് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. Holy, all creation cries.